Welcome back to the world of web. Today we are discussing chapter 4 web technology part 7. First we will discuss address tag. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അഡ്രസ് ടാഗിനെ കുറിച്ചാണ്. The address tag defines the contact information for the author, owner of the document. ഇപ്പം നമ്മൾ ഒരു വെബ് പേജ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. ആ വെബ്സൈറ്റ് നിർമ്മിച്ച ആളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ഓണറുടെ അഡ്രസ്സ് വിവരങ്ങൾ കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടാഗാണ് അഡ്രസ് ടാഗ്. അപ്പോൾ ഈ അഡ്രസ് ടാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഒരാളുടെ പേര്, ഫോൺ നമ്പർ, പിൻ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇറ്റാലിക്സിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടോ, നമുക്ക് ഐ ടാഗ് ഉപയോഗിച്ചാൽ പോരെ, അങ്ങനെയാകുമ്പോൾ ഇറ്റാലിക്സിലാണല്ലോ വരിക, എന്തിനാണ് അഡ്രസ് ടാഗിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ HTML ഡോക്യുമെൻ്റ് വായിക്കുന്ന ഒരാൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് അഡ്രസ്സാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് അഡ്രസ് ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. അപ്പോൾ അഡ്രസ് ടാഗിൻ്റെ ഉപയോഗം ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണിത്. അതിൽ നമ്മൾ ഇവിടെ ഒരു അഡ്രസ് ടാഗ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് SCRT പൂജപ്പുര തിരുവനന്തപുരം, ഇവിടെ നമ്മൾ BR ടാഗ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇറ്റാലിക്സിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഗീനി IDയിൽ നമ്മളെ കൊണ്ട് എക്സാമ്പിൾ ഞാൻ പേസ്റ്റ് ചെയ്തു, ഫയൽ സേവ് ചെയ്തു. address.html adr.html നമ്മൾ ബ്രൗസറിൽ കാണുന്നു. ഇപ്പോൾ നമ്മൾ അഡ്രസ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇറ്റാലിക്സിലൂടെ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സംശയം ഞാൻ പറയുകയാണ്. അതിപ്പോൾ ഇറ്റാലിക്സ് ഐ ടാഗ് ഉപയോഗിച്ചാൽ പോരെ, ഇവിടെ കാണുമ്പോൾ ഐ ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അഡ്രസ് ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു എഫക്റ്റ് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ഡോക്യുമെൻ്റ് വായിക്കുന്ന ആൾക്ക് ഇതൊരു അഡ്രസ്സാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാകത്തേ ഉള്ളൂ. നെക്സ്റ്റ് മാർക്കി ടാഗാണ്. ഡിസ്പ്ലേയിങ് ടെക്സ്റ്റ് ഇൻ സ്ക്രോളിങ്. നമുക്ക് ഒരു ടെക്സ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഹൊറിസോണ്ടലി സ്ക്രോൾ ചെയ്ത് പോകാം, ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കലി സ്ക്രോൾ ചെയ്ത് പോകാം, അല്ലേ, അപ്പ് ഓർ ഡൗൺ. ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് മാർക്കി ടാഗ്. മാർക്കി ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ പീസ് ഓഫ് ടെക്സ്റ്റ് ഓർ ഇമേജ് സ്ക്രോളിംഗ് ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി ഇൻ ദി വെബ് പേജ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആർ യൂസ്ഡ് വിത്ത് മാർക്കി ടാഗ് ആർ. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ഒരുപാടുണ്ട്, അതൊക്കെ ഓർത്ത് വെക്കണം. ഹൈറ്റ്, വിഡ്ത്ത്, ഡയറക്ഷൻ, ബിഹേവിയറിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക, BHAVIOR ആണ്. സ്ക്രോൾ ഡിലേ, ഇവിടെ സ്പേസ് ഇടാൻ പാടില്ല. സ്ക്രോൾ എമൗണ്ട്, ലൂപ്പ്, BG കളർ, H സ്പേസ്, V സ്പേസ് എക്സെട്ര. ഇത്രയും ആട്രിബ്യൂട്ടാണ് നമുക്ക് മാർക്കി ടാഗിന് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഓരോ ആട്രിബ്യൂട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹൈറ്റ് ആണ്. സെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ മാർക്കി ഇൻ പിക്സൽ ഓർ ഇൻ പെർസെൻറ്റേജ് ഓഫ് ബ്രൗസർ വിൻഡോ ഹൈറ്റ്. അതായത് ഈ മാർക്കി സ്ക്രോൾ ചെയ്യുന്നത് എത്ര സ്ഥലത്താണ് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് ബാധകമാവുന്നത് നമ്മൾ സ്ക്രോളിംഗ് അപ്പാന്ന് വിചാരിക്കാം, മേലോട്ട് അല്ലെങ്കിൽ താഴോട്ടാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രൗസറിൻ്റെ മുഴുവൻ പേജിൻ്റെയും ബ്രൗസറിൻ്റെ ഏറ്റവും നമ്മൾ ആ ബ്രൗസർ വിൻഡോയുടെ നമ്മുടെ താഴ്ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ 100% കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് 100%ആണ്, 100% ആയിട്ട് വരും. അതിന് 50% കൊടുത്തു കഴിഞ്ഞാലോ നമ്മൾ ആ ബ്രൗസർ വിൻഡോൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ ആ ഒരു സ്ക്രോളിംഗ് നമുക്ക് കാണാൻ പറ്റൂ. ഇനി പിക്സലിൽ കൊടുക്കാം, അല്ലേ, നമുക്കറിയാം 72 പിക്സൽ ഈക്വൽ ടു 1 ഇഞ്ച്. അപ്പോൾ നമ്മളൊരു 300 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ഇഞ്ചിൻ്റെ അളവിൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്കി സ്ക്രോൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റൂ. വിഡ്ത്ത്, ഇത് സ്പെസിഫൈ ദ വിഡ്ത്ത് ഓഫ് ദ മാർക്കി ഇൻ പിക്സൽ ഓർ ഇൻ പെർസെൻറ്റേജ് ഓഫ് ബ്രൗസർ വിൻഡോ വിത്ത് ബ്രൗസർ വിൻഡോസ് വിഡ്ത്ത് വാല്യൂ. ഇപ്പോൾ വിഡ്ത്ത് ബാധകമാകുന്നത് നമ്മൾ സ്ക്രോളിംഗ് ഹൊറിസോണ്ടലിയാന്ന് വിചാരിക്കാം, അതായത് ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ ഒക്കെ ആണെങ്കിൽ സ്ക്രോൾ ചെയ്യേണ്ടത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഫുള്ളായി സ്ക്രോൾ ചെയ്യണമെങ്കിൽ നമ്മളത് 100%ആണ്. അതാണ് ഡിഫോൾട്ട് വാല്യൂ 100%ആണ്. ഇനി ബ്രൗസർ വിൻഡോൻ്റെ പകുതി മാത്രമേ നമുക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് വിഡ്ത്ത് ഈക്വൽ ടു 50% കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ വിഡ്ത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും നമ്മൾ ഒരേ മാർക്കിൽ നമ്മൾ ഉപയോഗിക്കില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ. കാരണം ഒന്നുകിൽ മാർക്കിയുടെ ഡയറക്ഷൻ ഒന്നുകിൽ ലെഫ്റ്റ് ആയിരിക്കും, അതായത് ഇടത് ഭാഗത്തേക്കായിരിക്കും സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും, അതായത് ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ മേലോട്ടേക്കാണ് സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം ഹൈറ്റ് ആണ് ഉപയോഗിക്കുക, വിഡ്ത്ത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഡയറക്ഷൻ, ഇത് സ്പെസിഫൈ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ മാർക്കി ഷുഡ് സ്ക്രോൾ. അപ്പോൾ ഏത്
ഡയറക്ഷനിലാണ് മാർക്ക് സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് 4 വാല്യൂ ഉണ്ട്: അപ്പ്, ഡൗൺ, ലെഫ്റ്റ് ഓർ റൈറ്റ്. ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റാണ്, നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ലെഫ്റ്റാണ്. ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കോളൂ അല്ലേ, നമ്മൾ ടി വിയിലേക്ക് കാണുന്ന ആ രീതിയിലാണ്. ഈ ഭാഗത്ത് നിന്ന് ടെക്സ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഈ ഭാഗത്ത്, അതാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വലതു ഭാഗത്തോട്ട് ഇങ്ങോട്ടായിട്ട് പോകും. ഓക്കെ, അപ്പം എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോകും. ഓക്കെ, നമുക്കറിയാം ബിഹേവിയർ. This specify the type of scrolling of the marquee. This can have value like scroll, slide, alternate. അപ്പോൾ ഇതെങ്ങനെ സ്ക്രോൾ ചെയ്യണം? സ്ക്രോൾ ആണ് ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ, അതായത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് സ്ക്രോൾ ചെയ്ത് തുടങ്ങി ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടങ്ങ് പോവും. പിന്നെയോ വീണ്ടും ഈ ഭാഗത്ത് തന്നെ തുടങ്ങി ഇതേപോലെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് പോവും. സ്ലൈഡ് ആണെങ്കിലോ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്ന് ഈ ഭാഗത്തെത്തിയാൽ നിൽക്കും, പിന്നെ ഒന്നും അനങ്ങില്ല. അതാണ് സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾട്ടർനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റാണ് ഡയറക്ഷനെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി ഈ ഭാഗത്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വന്ന് അങ്ങ് പോയി, പിന്നെ അടുത്തത് എങ്ങനെയാണ്, അടുത്ത റൈറ്റിൽ നിന്ന് തുടങ്ങുക, പിന്നെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി ഇത് സ്ക്രോൾ ചെയ്ത് ഇങ്ങോട്ട് വന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് പോയി, തിരിച്ചങ്ങോട്ടേക്ക് പോയി, അങ്ങനെ ആൾട്ടർനേറ്റായി സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബിഹേവിയറിൻ്റെ ഒരു വാല്യൂ ആണ് അൾട്ടർനേറ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്ക്രോൾ ഡിലേ ആണ്. സ്ക്രോൾ ഡിലേ എന്നൊക്കെ എഴുതുമ്പോൾ സ്പേസ് പാടില്ല. ഇത് സ്പെസിഫൈ ടൈം ഡിലേ ബിറ്റ്വീൻ ഈച്ച് ജംപ്. ദിസ് വിൽ ഹാവ് വാല്യൂ ഇൻ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഒരു മാർക്യൂ പോയി, ഒരു സ്ക്രോളിങ് പോയി, അടുത്ത സ്ക്രോളിങ് വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള ടൈം ഡിലേ എത്ര വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് സ്ക്രോൾ ഡിലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്രോൾ എമൗണ്ട്. ദിസ് സ്പെസിഫൈ ദ സ്പീഡ് ഓഫ് ദ മാർക്യൂ ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് മാർക്ക് എത്ര സ്പീഡ് പോകണം ആ സെക്കൻഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൂപ്പ്. ദിസ് സ്പെസിഫൈസ് ഹൗ മെനി ടൈംസ് ദ മാർക്കി എലമെൻറ്റ് ഷുഡ് സ്ക്രോൾ ഓൺ ദ സ്ക്രീൻ. എത്ര പ്രാവശ്യം സ്ക്രോൾ ചെയ്ത് പോകണം. സാധാരണ ഇതിൽ ഇൻഫിനിറ്റ് ആണ്, അതായത് എങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ പോകും. നമുക്ക് വേണമെങ്കിൽ ലൂപ്പ് ഈക്വൽ ടു 50 കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് ഈക്വൽ ടു ഞാൻ 50 കൊടുക്കുകയാണെങ്കിൽ 50 പ്രാവശ്യം മാത്രമേ സ്ക്രോൾ ചെയ്യും, പിന്നെ അത് നിൽക്കും. ഓക്കെ, ബിജി കളർ. ദിസ് സ്പെസിഫൈ ബാക്ക്ഗ്രൗണ്ട് കളർ ഇൻ ടേംസ് ഓഫ് കളർ നെയിം ഓർ കളർ ഹെക്സ് വാല്യൂ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. എച്ച് സ്പേസ്. ദിസ് സ്പെസിഫൈസ് ഹൊറിസോണ്ടൽ സ്പേസ് അറൗണ്ട് ദ മാർക്യൂ. ദിസ് ക്യാൻ ഹാവ് വാല്യൂ ഇൻ പിക്സൽ ഓർ പെർസെൻറ്റേജ് വാല്യൂ. അപ്പോൾ നമുക്ക് മാർക്കിയുടെ ഹൊറിസോണ്ടലായിട്ട് ചില സ്പേസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എച്ച് സ്പേസ് ഉപയോഗിക്കാം. വി സ്പേസോ ഇത് സ്പെസിഫൈ ദ വെർട്ടിക്കൽ സ്പേസ് അറൗണ്ട് ദ മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ മാർക്ക് വിഡ്ത്ത് ഈക്വൽ ടു 50% കൊടുത്ത്, ഇവിടെ ഒരൊറ്റ ആട്രിബ്യൂട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഞാൻ, വിഡ്ത്ത് മാത്രം. ദിസ് വിൽ ടേക്ക് ഓൺലി 50% വിഡ്ത്ത് ഓഫ് ദ ബ്രൗസർ വിൻഡോ. മാർക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും നമ്മൾ കൊടുത്തപ്പോൾ ഈ ഒരു മാർക്ക് തുടങ്ങുന്നത് ബ്രൗസറിൻ്റെ പകുതി ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്, ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. എൻ്റെ ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ ഈക്വൽ ടു ലെഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഡിഫോൾട്ടായി ഡയറക്ഷൻ എന്താണ്, ലെഫ്റ്റാണ് പോകുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. രണ്ടാമത്തെ നോക്കാം. മാർക്ക് ഹൈറ്റ് ഈക്വൽ ടു 100, അതായത് ഇത്രയും ഭാഗത്ത് മാത്രമേ സ്ക്രോൾ ചെയ്യുന്നുള്ളൂ. ഇത് 100 പിക്സലാണ് ഈ റെഡ് കാണുന്നത്. അതുകൊണ്ട് റെഡ് കളർ വന്നത് ബീജ് കളർ ഈക്വൽ ടു ഞാൻ റെഡ് കൊടുത്തു. ഓക്കെ, ഡയറക്ഷൻ ഈക്വൽ ടു അപ്പാണ്, അപ്പോൾ ഒന്ന് മേലോട്ടാണ് പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് എന്താണ്, സ്ക്രോളിംഗ് അപ്പ് എന്നാണ് ടെക്സ്റ്റ്. മാർക്ക് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈറ്റ് നമ്മൾ കൂട്ടിയെന്ന് കരുതുക. അപ്പം 100 എന്നുള്ളത് ഞാൻ ഒരു 200 ആക്കിയെന്ന് കരുതുക. സേവ് ചെയ്യുന്നു. മറ്റൊന്നും കൂടി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഹൈറ്റ് 200 ആക്കിയപ്പം ഈ ഒരു ലെങ്ത്ത് ഈ ഒരു ഹൈറ്റ് കൂടി അല്ലേ. അപ്പോൾ അതാണ് ഇപ്പം ഹൈറ്റിൻ്റെ ഉപയോഗം. ഡയറക്ഷൻ മനസ്സിലായി. Then mark v space equal to 30, bg color equal to yellow. ഓക്കെ, ഡയറക്ഷൻ ഈക്വൽ റൈറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ വിഡ്ത്ത് ഹൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. വിഡ്ത്ത് ഹൈറ്റ് കൊടുത്തോ? മൂന്നാമത്തതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, 100%. അതായത് ബ്രൗസറിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ സ്ക്രോൾ ചെയ്ത് പോകാം. ഡയറക്ഷൻ ഈക്വൽ ടു ഞാൻ എന്താ കൊടുത്തത്, റൈറ്റാണ് കൊടുത്തത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഈ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ മാർക്ക് ടാഗ് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ സ്ക്രോളിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് ലെഫ്റ്റാണ് സ്ക്രോൾ ചെയ്യുന്നത്. ഇത് ഡയറക്ഷൻ ഈക്വൽ ടു ഇവിടെ അപ്പാണ്, ഇവിടെ ഡയറക്ഷൻ ഈക്വൽ ടു റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് div ടാഗ് ആണ്. ഫോർമാറ്റിംഗ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. The div tag is used for defining a section or a block in the document. With the div tag we can group large section of HTML document together and format them. അതായത് നമുക്കൊരു 5-6 പാരഗ്രാഫ് അതുപോലെ തന്നെ ടേബിൾ ഇതെല്ലാം കൂടി ഒരേ രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യണം, ഒരേ കളർ കൊടുക്കണം, അങ്ങനെയൊക്കെ കരുതുക. അങ്ങനെയാണെങ്കിൽ ഓരോ പാരഗ്രാഫിനും നമ്മൾ അലൈൻ ഈക്വൽ ടു ജസ്റ്റിഫൈ
അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എല്ലാ പാരഗ്രാഫും നമുക്ക് ആവശ്യമുള്ള പാരഗ്രാഫുകൾ ടേബിളൊക്കെ നമ്മളൊരു ഡിവിഷനിലാക്കി കഴിഞ്ഞാൽ, ഒരു സെക്ഷനാക്കി കഴിഞ്ഞാൽ ആ സെക്ഷന് മൊത്തമായിട്ട് നമുക്കൊരു അലൈൻ കൊടുക്കാം, ആട്രിബ്യൂട്ട് കൊടുക്കാം, അതിന് വേണമെങ്കിൽ ഒരു കളർ കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ആദ്യത്തെ 4 പാരഗ്രാഫ് നമുക്ക് റൈറ്റ് അലൈൻഡ് ആയിട്ടാണ് വരുന്നത് കരുതുക. പിന്നീടുള്ള 5 പാരഗ്രാഫ് നമുക്ക് ജസ്റ്റിഫൈ അലൈൻഡ് ആയിട്ട് വരേണ്ടതെന്ന് കരുതുക. നമ്മൾ സാധാരണഗതിയിൽ പി ടാഗ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ പി ടാഗിനും നമ്മൾ അലൈൻ ഈക്വൽ ടു റൈറ്റ് എന്ന് ഇങ്ങനെ എഴുതണം. അതേസമയം ഈ ആദ്യത്തെ 4 പാരഗ്രാഫ് ഞാൻ ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാലോ, ആ ഡിവ് ടാഗിൽ ഡിവ് തുടങ്ങുന്ന സ്ഥലത്ത് മാത്രം അലൈൻ ഈക്വൽ ടു ഞാൻ റൈറ്റ് കൊടുത്താൽ മതി. അതെല്ലാ പാരഗ്രാഫിനും അത് ബാധകമായി. ഓക്കെ, അപ്പോൾ ഒരു സെക്ഷനിൽ പാരഗ്രാഫുകൾ ഉണ്ടാവും, ടേബിൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു സെക്ഷൻ എനിക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിംഗ് കൊടുക്കണമെങ്കിൽ ഡിവ് ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഡിവ് ടാഗിൻ്റെ പ്രധാനപ്പെട്ട 3 ആട്രിബ്യൂട്ട് നമ്മൾ പഠിക്കുന്നത് അലൈൻ, ഐ ഡി, സ്റ്റൈൽ നമുക്കറിയാം. CSS കൂടാണ് സ്റ്റൈൽ ആട്രിബ്യൂട്ട് വെച്ച് നമ്മൾ എഴുതുക. അപ്പോൾ 3 ആട്രിബ്യൂട്ടാണ് പഠിക്കാനുള്ളത്: അലൈൻ, ഐ ഡി, സ്റ്റൈൽ. അലൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ അതിനെടുക്കാൻ പറ്റുന്ന വാല്യൂ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. നമ്മൾ പാരഗ്രാഫ് ടാഗ് പി ടാഗിന് പഠിച്ചിട്ടുണ്ട്. അതേ ആട്രിബ്യൂട്ടാണ് അലൈൻ. അതിൻ്റെ വാല്യൂസാണ് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. ഐ ഡി മീൻസ് നമുക്ക് ആ ഒരു സെക്ഷന് നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിഫയർ കൊടുക്കാം. അതിനാണ് ഐ ഡി ഉപയോഗിക്കുന്നത്. സ്റ്റൈല് CSS ആണ്. അത് സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കളർ സെറ്റ് ചെയ്യാം, ഫോണ്ട് സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ 2 പാരഗ്രാഫിൻ്റെ ഫോണ്ട് ബ്ലൂ കളറിലാണ് വന്നത് അല്ലേ? അലൈൻമെൻറ്റ് സെൻറ്ററാണ് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സാധ്യമായത്? നമ്മൾ ഇത്രയും ഭാഗം ഒരു ഡിവിഷനിൽ പെടുത്തി ഡിവ് ടാഗ് ഇവിടെ തുടങ്ങി, ആ ഡിവ് ടാഗ് ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഒരു ഡിവിഷനാണ്. അതിൽ എത്ര പാരഗ്രാഫ് ഉണ്ട്? 2 പാരഗ്രാഫ് ഉണ്ട്. ഒരു പാരഗ്രാഫ് നമ്മളിവിടെ തുടങ്ങി, മറ്റൊരു പാരഗ്രാഫ് ഇവിടെ പി വെച്ച് തുടങ്ങി, അതിവിടെ ക്ലോസ് ചെയ്തു അല്ലേ? അപ്പോൾ 2 പാരഗ്രാഫ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ മൂന്നാമത് ഒരു ലൈനും കൂടിയുണ്ട് അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മളൊരു സെക്ഷൻ. ഈ സെക്ഷന് പൊതുവായിട്ട് ഞാൻ അലൈൻ ഈക്വൽ ടു സെൻറ്റർ കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ കളറ് ഞാൻ RGB ബ്ലൂ ആക്കി മാറ്റി. അപ്പം ഒരുപാട് പാരഗ്രാഫിന് കൂടിയിട്ട് ഒരേ കളർ കൊടുക്കണം, ഒരേ അലൈൻമെൻറ്റ് കൊടുക്കണമെങ്കിൽ അതെല്ലാം കൂടി നമ്മളൊരു ഡിവിഷൻ്റെ ഉള്ളിൽ ആക്കിയാൽ മതി. ഓക്കെ, ഇത്രയും ഭാഗം നമ്മൾ ഡിവിഷൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ അത് രണ്ടും നമ്മൾ വ്യത്യാസം ഇവിടെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇത്രയും ഭാഗം നമ്മുടെ ബ്ലൂ കളറിലാണുള്ളത്. ഇത് അലൈൻ ഈക്വൽ ടു സെൻറ്ററാണിത് അല്ലേ? ഇത് കളറ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അലൈൻ ഈക്വൽ ടു ഇവിടെ എന്താണ്? ലെഫ്റ്റ് ആണ്. കാരണം ഡീഫോൾട്ട് ഇതെന്താണ്? നമ്മൾ ഡിവ് ടാഗിൻ്റെ പുറത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പുറത്താണ് വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരുപാട് പാരഗ്രാഫുകൾ അല്ലെങ്കിൽ ഒരുപാട് സെക്ഷന് കൂടിയിട്ട് കോമൺ ആയിട്ടൊരു കളർ കൊടുക്കണം, അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു അലൈൻമെൻറ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവ് ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫോണ്ട് ടാഗാണ്. Font tag allows us to change the size, style and color of the text enclosed with the font and /font tag. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഏരിയയിൽ നമുക്ക് കളർ മാറ്റണം, ചെറിയൊരു ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണം, ഒരു ചെറിയൊരു സെഗ്മെൻറ്റിൻ്റെ സ്റ്റൈൽ മാറ്റണം. അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഫോണ്ട് ടാഗ്. ഇറ്റ് ജനറൽ യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ദി അപ്പിയറൻസ് ഓഫ് എ ഷോർട്ട് സെഗ്മെൻറ്റ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഒരു പാരഗ്രാഫ് മൊത്തം നമുക്കൊരു കളറാക്കണ്ട. ഒരു പാരഗ്രാഫ് മൊത്തം ഒരു കളറാക്കണമെങ്കിൽ നമുക്ക് പി ടാഗ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു പാരഗ്രാഫിൽ നമുക്ക് ഒരു ലൈന് നമുക്ക് കളർ മാറ്റണം, ഒരു ലൈനിൻ്റെ സൈസ് കൂട്ടണം, അല്ലെങ്കിൽ ഒരു 2 ലൈനിൻ്റെ അതിൻ്റെ ഒരു ഫോണ്ട് സ്റ്റൈൽ മാറ്റണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോണ്ട് ടാഗ് ഉപയോഗിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോണ്ട് ടാഗിൻ്റെ 3 ആട്രിബ്യൂട്ട് നമുക്ക് പഠിക്കണം: കളർ, ഫേസ്, സൈസ്. കളർ എന്തിനായിരിക്കും? നമുക്ക് ആ ടെക്സ്റ്റ് കളർ സെറ്റ് ചെയ്യാം. ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈല് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കറിയാം ഇതിപ്പോൾ ഈ ഒരു സ്റ്റൈല് അപ്പം ക്യൂറിയർ എന്ന് പറയുന്ന സ്റ്റൈലുണ്ട്, ടൈംസ് ന്യൂ റാമൻ എന്ന് പറയുന്ന സ്റ്റൈലുണ്ട് അല്ലേ, ഫോണ്ടിൻ്റെ സ്റ്റൈല്. അതുപോലെ തന്നെ സാൻസ് സെരിഫ് എന്ന് പറയുന്ന സ്റ്റൈലുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഫോണ്ടിൻ്റെ സ്റ്റൈല് നമുക്ക് മാറ്റാൻ പറ്റും. സൈസ് ഉപയോഗിക്കുന്നത് ആ ഒരു ഫോണ്ട് സൈസ് നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം. സാധാരണഗതിയിൽ അതിൻ്റെ റേഞ്ച് 1 to 7 ആണ്. 1 മുതൽ 7 വരെ നമുക്ക് ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടാം. ഡിഫോൾട്ട് വാല്യൂ 3 ആണ്. നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ വരുന്നത് 3 ആണ് അതിൻ്റെ സൈസ്. 4 ആകുമ്പോൾ കുറച്ചും കൂടി വലിപ്പത്തിൽ കാണും. 5 ആകുമ്പോൾ അതിലും നന്ന വലിപ്പത്തിലുണ്ടാവും. ഓക്കെ, 2 ആകുമ്പോഴോ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കുറച്ച് ചെറുതായി കാണും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം.
ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ബോഡിയിൽ ഫോണ്ട് ടാഗ് ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. സൈസ് ഈക്വൽ ടു 6 ആണ് കൊടുത്തത്. ഫേസ് ഈക്വൽ ടു കൊറിയർ ന്യൂ ആണ് കൊടുത്തത്. കളർ ഈക്വൽ ടു നമ്മൾ ഒരു ഹെക്സാഡെസിമൽ കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും കൂടെ നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അതായത് ഈ ഒരു സ്മോൾ പോർഷന് നമ്മളുടെ ഫോണ്ട് മാറി കൊറിയർ ന്യൂ എന്ന് പറയുന്ന ഫോണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഫേസ് എന്നാണ് പറയുക, ഫേസ് അല്ലേ? അതായത് ആ ഒരു ഫോണ്ട് സ്റ്റൈൽ മാറിയിരിക്കുകയാണ്. അതുപോലെ സൈസ് ഈക്വൽ ടു 6 ആകുമ്പോൾ ഇതിനേക്കാളും വലിയ വലുപ്പത്തിൽ അവിടെ കാണുന്നത്. കളറും മാറി. നമ്മൾ ഫോണ്ട് ടാഗ് ഇവിടെയാണ് അത് ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ ഈ ഫോണ്ട് ടാഗ് നമ്മൾ സക്സസ്ഫുൾ പീപ്പിൾ ഡോണ്ട് ഡു ഗ്രേറ്റ് തിങ്സ്, ഇവിടെ ഞാൻ ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്യാമെന്ന് കരുതുക, /ഫോണ്ട്. അതേപോലെ സൈസ് ഈക്വൽ ടു 6 എന്നുള്ളത് ഞാൻ സൈസ് ഈക്വൽ ടു 7 ആക്കി. കളർ ഈക്വൽ ടു നമുക്ക് കളറിൻ്റെ പേര് കൊടുക്കാം, റെഡ് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, സക്സസ്ഫുൾ പീപ്പിൾ ഡോണ്ട് ഡു ഗ്രേറ്റ് തിങ്സ്, അവിടെയാണ് നമ്മൾ ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്ത്. അപ്പോൾ അത്രയും ഭാഗം വലിയ റെഡ് കളറിൽ വന്നു അല്ലേ? അതിൻ്റെ സൈസ് നേരത്തേക്കാണ് കുറച്ചുകൂടി കൂടി, കാരണം സൈസ് ഈക്വൽ ടു ഞാൻ 7 ആണ് കൊടുത്തത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുന്ന HTML ഡോക്യുമെൻറ്റിലെ ഒരു ചെറിയൊരു ഭാഗത്തിന് നമുക്ക് പ്രത്യേകമായ കളർ കൊടുക്കണം, പ്രത്യേകമായ ഒരു ഫോണ്ട് സ്റ്റൈൽ കൊടുക്കണം, അതിൻ്റെ സൈസ് വർദ്ധിപ്പിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാനാണ് നമ്മൾ ഫോണ്ട് ടാഗ് ഉപയോഗിക്കുന്നത്. അത് മൊത്തത്തിൽ ഒരു വലിയ പാരഗ്രാഫിന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ ഉപയോഗിക്കുക. ഒരു ചെറിയൊരു സെക്ഷന് നമുക്ക് കളർ മാറ്റാനും സ്റ്റൈൽ മാറ്റാനും ഒക്കെ നമ്മൾ ഫോണ്ട് ടാഗ് ഉപയോഗിക്കും. നെക്സ്റ്റ് HTML എൻറ്റിറ്റീസ് ആണ്. HTML entities for reserved characters. In HTML, symbols like less than, greater than, ampersand, etc. have special meaning and cannot be used in the HTML document as part of the text. HTML entities are used to display such symbols that have special meaning. For example, the angle bracket less than and greater than are used to express tags. HTML entities are given below. അപ്പോൾ HTML entity എന്ന് പറയുന്നത് നമുക്ക് ചില പ്രത്യേകമായ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ നമുക്ക് ചില സമയത്ത് അത് പറ്റൂല. കാരണം ലെസ് ദാനും ഗ്രേറ്റർ ദാൻ നമ്മൾ ടാഗിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനൊക്കെ നമുക്ക് ബ്രൗസറിൽ കാണിക്കണമെങ്കിൽ നമ്മൾ റിസർവ്ഡ് ആയിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിക്കണം. അത് നമ്മൾ HTML എൻറ്റിറ്റീസ് എന്നാണ് പറയുക. ഇത്രയും എൻറ്റിറ്റീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആമ്പർസാൻഡ് NBSP സെമിക്കോളൻ, ഇത് നമുക്ക് സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ്, നോൺ ബ്രേക്കിംഗ് സ്പേസ്. ആമ്പർസാൻഡ് QOT സെമിക്കോളൻ, അപ്പോൾ എല്ലാറ്റിൻ്റെയും ഫസ്റ്റ് ആമ്പർസാൻഡ് ഉണ്ടാവും, അവസാനം സെമിക്കോളൻ ഉണ്ടാവും. അപ്പോൾ ഡബിൾ കോട്ട് വരാൻ, അല്ലെങ്കിൽ ഡബിൾ കോട്ട് വരും. പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ കോട്ട് വരുത്തിക്കാം. നമ്മൾ Q ടാഗ് പഠിച്ചിട്ടുണ്ട്. ആമ്പർസാൻഡ് APOS സെമിക്കോളൻ, സിംഗിൾ കൊട്ടേഷൻ മാർക്ക് വരാൻ. ആമ്പർസാൻഡ് വരാൻ, ആമ്പർസാൻഡ് MB സെമിക്കോളൻ. ലെസ് ദാൻ സിമ്പിൾ വരണമെങ്കിലോ ആമ്പർസാൻഡ് LT സെമിക്കോളൻ ഉപയോഗിക്കണം. ഗ്രേറ്റർ ദാൻ സിമ്പിൾ വരണമെങ്കിലോ ആമ്പർസാൻഡ് GT സെമിക്കോളൻ ഉപയോഗിക്കണം. ആമ്പർസാൻഡ് കോപ്പി സെമിക്കോളൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സിമ്പിൾ നമുക്ക് ബ്രൗസറിൽ കാണാൻ പറ്റും. ആമ്പർസാൻഡ് ട്രേഡ് സെമിക്കോളൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സിമ്പിൾ കാണാം. ആമ്പർസാൻഡ് REG സെമിക്കോളൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സിമ്പിൾ നമുക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. HTML എൻറ്റിറ്റീസിൻ്റെ ഉപയോഗത്തിന് വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ HTML ടാഗ് തുടങ്ങി, ബോഡി ടാഗ് തുടങ്ങി. എനിക്ക് വേണ്ടത് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ആൻ HTML ഡോക്യുമെൻ്റ് തന്നെ വരണം. പക്ഷെ ഇവിടെ നമ്മൾ ലെസ് ദാൻ ഉപയോഗിച്ചോടുകൂടി നമ്മൾ ഇതൊരു ടാഗ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എനിക്ക് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ഇൻ HTML ഡോക്യുമെൻ്റ് തന്നെ എനിക്ക് എഴുതി കാണിക്കണം. അങ്ങനെ എങ്ങനെ വരുന്നുണ്ടോ നോക്കാം. അതേപോലെ ഞാനിവിടെ ഒരുപാട് സ്പേസ് ഇട്ടിട്ടുണ്ട്, ഈ സ്പേസൊക്കെ വരുന്നുണ്ടോ നോക്കാം. അതുപോലെ നമ്മളൊരു പഠിച്ച ഒരു ആമ്പർസാൻഡ് REG സെമിക്കോളൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് സിമ്പിൾ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെബ് പേജിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ടാഗ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ആൻ HTML ഡോക്യുമെൻ്റ് വന്ന് ഈ വാക്ക് വന്നില്ല. കാരണം ഇത് ഒരു ടാഗായിട്ടാണ് ബ്രൗസർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ലെസ് ദാന് പകരം ആമ്പർസാൻഡ് നമ്മളിപ്പം പഠിച്ച HTML എൻറ്റിറ്റിയായ ആമ്പർസാൻഡ് LT സെമിക്കോളൻ ഇടുന്നു. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാന് പകരം ആമ്പർസാൻഡ് GT സെമിക്കോളൻ ഇടുന്നു. അതേപോലെ എനിക്ക് ഇവിടെ സ്പേസ് ഒരുപാട് വരണം. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഇവിടെ സ്പേസ് മൊത്തം നമ്മൾ കൊടുത്തെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക്
ഔട്ട്പുട്ടിൽ കണ്ടില്ല നമ്മൾ. ഇവിടെ ഒരു സ്പേസ് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഒരുപാട് സ്പേസ് ഇവിടെ വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോൺ ബ്രേക്കിംഗ് സ്പേസ് ആംപർസാൻഡ് NBSP സെമിക്കോളൻ, അഗെയിൻ ആംപർസാൻഡ് NBSP സെമിക്കോളൻ. നമ്മളിവിടെ ആംപർസാൻഡ് LT സെമിക്കോളൻ വെച്ച് ഇവിടെ ലെസ് ദാൻ സിമ്പിൾ വരും. ആംപർസാൻഡ് GT സെമിക്കോളൻ ഉപയോഗിച്ചപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വരും. ആംപർസാൻഡ് NBSP ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ സ്പേസ് വരും. അപ്പോൾ 3 സ്പേസ് ഇവിടെ വരും. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ HTML ടാഗ് ഈസ് യൂസ് ടു സ്റ്റാർട്ട് ആൻ HTML ഡോക്യുമെൻറ്റ്. അതേ രീതിയിൽ തന്നെ വന്നു അല്ലേ. ലെസ് ദാൻ സിമ്പിൾ വന്നു, ഗ്രേറ്റർ ദാൻ സിമ്പിൾ വന്നു. ആംപർസാൻഡ് LT സെമിക്കോളൻ ഇട്ടപ്പോൾ ലെസ് ദാൻ സിമ്പിൾ വന്നു. ആംപർസാൻഡ് GT സെമിക്കോളൻ ഇട്ടപ്പോൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വന്നു. വി കഴിഞ്ഞിട്ട് 3 സ്പേസ് ഇവിടെ വന്നു. എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ നമ്മൾ നോൺ ബ്രേക്കിംഗ് സ്പേസ് ഇട്ടതുകൊണ്ട്. ഓക്കെ, നമ്മൾ ഇതിവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ വെറുതെ ഒരുപാട് സ്പേസ് ഇട്ടിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ ഒരു ഒറ്റ സ്പേസ് മാത്രമേ വരും. ഓക്കെ, അപ്പോൾ HTML എൻറ്റിറ്റീസിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ആഡിങ് കമൻസ് ഇൻ HTML ഡോക്യുമെൻറ്റ്. ഒരു HTML ഡോക്യുമെൻറ്റിൽ എങ്ങനെ കമൻറ്റ് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ കമൻസ് നമുക്കറിയാം, C++ൽ കമൻറ്റ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് കോഡിൻ്റെ റീഡബിലിറ്റി കൂട്ടാം. മറ്റുള്ളവർക്ക് ആ കോഡ്, പ്രോഗ്രാമിൻ്റെ കോഡ് വായിക്കുമ്പോൾ റീഡബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്. അതേപോലെ HTML ഡോക്യുമെൻറ്റിന് മറ്റൊരാൾ വായിക്കുമ്പോൾ അതിൻ്റെ റീഡബിലിറ്റി, അതായത് വായിക്കുന്നവർക്ക് പെട്ടെന്ന് എങ്ങനെയൊക്കെയാണ് ഈ HTML കോഡ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റുകൾ എഴുതുന്നത്. അപ്പോൾ കമൻറ്റുകൾ ആക്ച്വലി ഒരിക്കലും ബ്രൗസറിൽ കമൻറ്റുകൾ കാണില്ല. അത് വെബ് പേജ് കാണില്ല, HTML ഡോക്യുമെൻറ്റിൽ മാത്രമേ കാണൂ. ഓക്കെ, കമൻറ്റ്സ് ആർ നോട്ട് ഡിസ്പ്ലേഡ് ഇൻ ദ ബ്രൗസർ വിൻഡോ. അത് ബ്രൗസർ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെസ് ദാൻ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കും. പിന്നെ കമൻറ്റ് എഴുതുക, അതിനുശേഷം ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിക്കും. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ബൈ ദി ബ്രൗസർ. ബ്രൗസർ അതിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഗീനി എഡിറ്ററിലാണെങ്കിൽ കമൻറ്റ് റെഡ് കളറിൽ ഡിസ്പ്ലേ ഉണ്ടാവും. ഇൻ ഗീനി എഡിറ്റർ ദ കമൻറ്റ്സ് ആർ ഡിസ്പ്ലേഡ് ഇൻ റെഡ് കളർ. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ കമൻസുകൾ ഇങ്ങനെ റെഡ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ബ്രൗസറിൽ കാണില്ല. ഈ ഒരു ഭാഗം നമുക്ക് ബ്രൗസറിൽ കാണില്ല. ഇതൊക്കെ കമൻസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ബ്രൗസറിൽ നോക്കാം. ഇപ്പോൾ ബ്രൗസറിൽ ദിസ് പാരഗ്രാഫ് സ്റ്റാർട്ട്സ് ഹിയർ. അപ്പോൾ ഇവിടെ തുടങ്ങുന്നു. ദിസ് ഇസ് എ കമൻറ്റ്. ഈ ഭാഗമൊന്നും ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ കമൻറ്റുകൾ നമ്മൾ HTML ഡോക്യുമെൻറ്റിൽ എഴുതുന്നു. അത് മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടി, ഹെൽപ്പ് റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടി എഴുതുന്നു. പക്ഷേ അത് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യില്ല. അടുത്ത IMG ടാഗാണ്. IMG ടാഗ് ഈസ് യൂസ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് ഇൻ HTML ഡോക്യുമെൻറ്റ്. അപ്പോൾ HTML ഡോക്യുമെൻറ്റിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IMG ടാഗ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട്, ബോഡി ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, HTML പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഒരുപാട് ഇമേജുകൾ നമുക്ക് കാണിക്കണമെങ്കിൽ നമുക്ക് IMG ടാഗ് ഉപയോഗിക്കാം. IMG ടാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് SRC ആട്രിബ്യൂട്ട്. SRC ഈക്വൽ ടു നമ്മൾ ആ ഇമേജിൻ്റെ ഫയലിൻ്റെ പേര് കൊടുക്കണം. ആ ഇമേജ് നമുക്ക് നമ്മളുടെ ഏതൊരാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോൾഡറിൽ ആ ഇമേജ് ഫയൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് നെയിം നമ്മൾ കൊടുക്കണം. അപ്പം IMG ടാഗ് ഈസ് എൻ empty ടാഗ്. അത് empty ടാഗാണ്. ആൻഡ് ഹാസ് മെനി ആട്രിബ്യൂട്ട്. ഒരുപാട് ആട്രിബ്യൂട്ട് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് ഇത് SRC. SRC ഈക്വൽ ടു നമ്മൾ ആ ഇമേജ് ഫയലിൻ്റെ പേര് നമ്മൾ കൊടുക്കും. ഇഫ് ദ ഇമേജ് ഫയൽ ഈസ് നോട്ട് ഇൻ ദി കറണ്ട് വർക്കിംഗ് ഡയറക്ടറി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടറിയിലെല്ലാം നമ്മുടെ ഇമേജ് ഫയൽ ഉള്ളത് അവിടെ അല്ലെങ്കിൽ വി ഹാവ് ടു സ്പെസിഫൈ ദ പാത്ത് ഓഫ് ദ ഫയൽ ഓർ ദ URL വെയർ ദ ഫയൽ ഈസ് അവൈലബിൾ. എവിടെയാണ് ആ ഫയൽ എന്നുള്ള ആ ലൊക്കേഷൻ നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. ദ ആട്രിബ്യൂട്ട് ഓഫ് IMG ടാഗാർ. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് SRC, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വിഡ്ത്ത്, ഹൈറ്റ്, വി സ്പേസ്, H സ്പേസ്, അലൈൻ, ബോർഡർ, ആൾട്ട്. ഇത്രയും ആട്രിബ്യൂട്ട് നമ്മൾ ഓർക്കാം. IMG ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? SRC, വിഡ്ത്ത്, ഹൈറ്റ്, വി സ്പേസ്, H സ്പേസ്, അലൈൻ, ബോർഡർ, ആൾട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് SRC ആട്രിബ്യൂട്ട് എന്താണെന്ന് മനസ്സിലായി. ഇനിയുള്ളത് വിഡ്ത്ത് ആണ്. വിഡ്ത്ത് ആട്രിബ്യൂട്ട് ഈസ് യൂസ് ടു സെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ ഇമേജ്. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് വരുമ്പോൾ വലിയ വലിപ്പമുള്ള ഇമേജ് ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്കൊന്ന് ചെറുതാക്കി കാണിക്കണമെങ്കിൽ നമുക്ക് പിക്സലിൽ അതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ഇനി ഒരു ചെറിയ ഇമേജ് നമുക്ക് വലിപ്പം കൂട്ടി കാണിക്കണമെങ്കിൽ നമുക്കതിൻ്റെ വിഡ്ത്ത് കൂട്ടി കൊടുക്കാം. അത് പിക്സലായിട്ടും കൊടുക്കാം, പെർസെൻറ്റേജ് ആയിട്ടും കൊടുക്കാം. ഹൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈറ്റ് ആട്രിബ്യൂട്ട് ഈസ് യൂസ് ടു സെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടില്ലെങ്കിലും ഒറിജിനൽ ഇമേജിൻ്റെ സൈസ് എന്താണോ ആ സൈസിലാണ് നമുക്ക് ബ്രൗസറിൽ അത് കാണാൻ പറ്റുക. അപ്പോൾ വാല്യൂ ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഗിവൺ ഇൻ ടേംസ് ഓഫ് ഐദർ പിക്സൽ ഓർ പെർസെൻറ്റേജ് ഓഫ് ദ ആക്ച്വൽ സൈസ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിൽ കൊടുക്കാം. അപ്പം വിഡ്ത്ത് ഈക്വൽ ടു
200% കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒറിജിനൽ ഇമേജിൻ്റെ ഇരട്ടി വിഡ്ത്തിൽ നമുക്ക് ബ്രൗസറിൽ ആ ചിത്രം കാണാൻ പറ്റും. ഇനി ഹൈറ്റ് ഈക്വൽ ടു 50% കൊടുത്താലോ? ഒറിജിനൽ ഇമേജിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ പകുതി ഹൈറ്റിലാണ് നമുക്ക് ആ ചിത്രം നമുക്ക് ബ്രൗസറിൽ കാണാൻ പറ്റുക. വിഡ്ത്ത് ഈക്വൽ ടു 72 കൊടുത്തു കഴിഞ്ഞാലോ? വിഡ്ത്ത് ഈക്വൽ ടു 72 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് 1 ഇഞ്ചായിട്ട് കാണാൻ പറ്റും. വി സ്പേസ് ഇറ്റ് ഈസ് യൂസ് ടു സെറ്റ് ദ വെർട്ടിക്കൽ സ്പേസ് ബിറ്റ്വീൻ ഇമേജസ് ഇൻ ദ വെബ് പേജ്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള വെർട്ടിക്കൽ സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വി സ്പേസ് ഉപയോഗിക്കാം. എച്ച് സ്പേസ് ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ സ്പേസ് ബിറ്റ്വീൻ ഇമേജസിനെ വെബ് പേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ച് സ്പേസ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ IMG ടാഗ് ഉപയോഗിച്ചു. SRC = book.jpg. ബുക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചിത്രം അത് ഡിസ്പ്ലേ ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 50 പിക്സലാണ്, വിഡ്ത്ത് 70 പിക്സലാണ്. അപ്പോൾ അത് വളരെ ചെറിയ രീതിയിലൂടെ വന്നു. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ IMG SRC = book.jpg ഹൈറ്റ് = 50% ആണ് കൊടുത്തത്. അപ്പോൾ വലിയൊരു ബുക്കിൻ്റെ ചിത്രമാണ്. അപ്പോൾ അത് നമ്മൾ ചുരുക്കിയിട്ട് ഈ ഒരു ഇതായി വന്നു. ഞാനിവിടെ ഹൈറ്റ് = 100% കൊടുത്തപ്പോൾ ആ ബുക്ക് അതിന് മുഴുവൻ വലിപ്പത്തിലൂടെ കണ്ടു. ഇതാണ് അതിൻ്റെ ഒറിജിനൽ സൈസ് 100% എന്ന് പറയും. അപ്പോൾ നമുക്ക് ചുരുക്കാൻ വേണ്ടി നമ്മൾ ശതമാനം കൊടുത്തിട്ട് അതിൻ്റെ വലിപ്പം നേരെ പകുതിയാക്കാൻ, അതിൻ്റെ ഹൈറ്റ് പകുതിയാക്കാൻ വേണ്ടി ഞാനിവിടെ 50%, ഞാനിവിടെ കുറച്ചും കൂടി ഞാൻ ചുരുക്കിയിട്ട് അതിനൊരു 30% ആക്കി കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ വലിപ്പം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇമേജ്, അപ്പോൾ നമ്മളുടെ ഇമേജ് ഫയലിൻ്റെ പേരെന്താണ്? book.jpg. ഈ book.jpg എവിടെ ഉണ്ടായിരിക്കണം? ഞാനിത് സേവ് ചെയ്യുന്നത് ഹോമിൽ മൈലാപ്പിലാണ്. അപ്പോൾ ഹോം എടുത്തു കഴിഞ്ഞാൽ അവിടെ book.jpg എന്ന് പറയുന്ന ഫയൽ ഉണ്ടായിരിക്കണം. ഇതിവിടെ ഇല്ലെങ്കിൽ നമ്മളുടെ സപ്പോസ് ഈ ഒരു ഫയൽ ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഓക്കെ, അടുത്തത് അലൈൻ ആട്രിബ്യൂട്ടാണ്. ഇറ്റ് ഈസ് യൂസ് ടു അലൈൻ ദ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് ലൈൻ ഓഫ് ദ ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇമേജ് ടെക്സ്റ്റുമായിട്ട് എവിടെ അലൈൻ ചെയ്യണം? സാധാരണ ബോട്ടമാണ് ഉണ്ടാവുക, നമ്മുടെ കൊടുത്ത ടെക്സ്റ്റ് താഴെയാണ് വരിക. ആ രീതിയിൽ അലൈൻമെൻറ്റ് ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ അത് മിഡിൽ വരുത്തിക്കാം, ടെക്സ്റ്റ് ടോപ്പിൽ വരുത്തിക്കാം. ഓക്കെ, ബോട്ടം അലൈൻസ് ദ ബോട്ടം ഓഫ് ദ ഇമേജ് വിത്ത് ബേസ് ലൈൻ ഓഫ് ദ ടെക്സ്റ്റ്. ദിസ് ഇസ് ദ ഡീഫോൾട്ട് സെറ്റിംഗ്. അപ്പോൾ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് വരിക എവിടെയാണ്? നമ്മളുടെ ഇമേജിൻ്റെ താഴ്ഭാഗത്ത് അലൈൻ ചെയ്തിട്ടാണ് വരിക. ഓക്കെ, മിഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അലൈൻ ഈക്വൽ ടു മിഡിൽ കൊടുത്തു കഴിഞ്ഞാലോ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് ആ ഇമേജിൻ്റെ മിഡിൽ, വെർട്ടിക്കലി മിഡിൽ പൊസിഷനിലായിട്ട് വരും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ദ ഇമേജ് ഈസ് അലൈൻഡ് അറ്റ് ദ ബോട്ടം. നമ്മൾ നോക്കിയിട്ട് അലൈൻ ഈക്വൽ ടു ബോട്ടം. ഇമേജ് ഈസ് അലൈൻഡ് അറ്റ് ദ ബോട്ടം. ഇവിടെ ദ ഇമേജ് ഈസ് അലൈൻഡ് അറ്റ് ദ ബോട്ടം കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഈ ടെക്സ്റ്റ് വന്നത് ഈ ചിത്രത്തിൻ്റെ താഴ്ഭാഗത്തായാണ് വന്നത്. നമ്മൾ അലൈൻ ഈക്വൽ ടു ബോട്ടം കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു ആട്രിബ്യൂട്ടേ നമ്മൾ കൊടുത്തില്ല എന്ന് കരുതുക, അപ്പോഴും ആ രീതിയിൽ തന്നെയാണ് വരിക. അപ്പം ഡിഫോൾട്ടായിട്ട് അലൈൻ ഈക്വൽ ടു ബോട്ടമാണ്. അപ്പോൾ ഇമേജിൻ്റെ താഴെ ഭാഗത്ത് അലൈൻ ചെയ്തിട്ടാണ് ടെക്സ്റ്റ് വരുന്നത്. രണ്ടാമത്തെ നോക്കുക, അലൈൻ ഈക്വൽ ടു മിഡിലാണ് കൊടുത്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഇമേജിൻ്റെ മിഡിൽ, വെർട്ടിക്കലി മിഡിലായിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ടെക്സ്റ്റ് വന്നത് അല്ലേ? അലൈൻ ഈക്വൽ ടു ടോപ്പ് കൊടുത്തു കഴിഞ്ഞാലോ ടെക്സ്റ്റ് എവിടെ വന്നത്? ഈ ഇമേജിൻ്റെ മേൽഭാഗത്ത് കറസ്പോണ്ടിങ് ആയിട്ട് അലൈൻ ചെയ്തിട്ടാണ് ഈ ടെക്സ്റ്റ് വന്നത്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ നോക്കിയാട്ടെ, ഇവിടെ ബോട്ടം അലൈൻഡ് ആയിട്ടാണ് വന്നത്, ഇവിടെ മിഡിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഭാഗത്താണ് ടെക്സ്റ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഇമേജിൻ്റെ മുകൾ ഭാഗത്ത് അലൈൻഡ് ആയിട്ടാണ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാണ് അലൈൻ ആട്രിബ്യൂട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ബോർഡർ ആട്രിബ്യൂട്ടാണ്. ബോർഡർ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നതാണ് ഇമേജിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോർഡർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇമേജിൻ്റെ ചുറ്റും ഒരു ബോർഡർ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ബോർഡർ ഈക്വൽ ടു 4 ആണ് കൊടുത്തത്. ഇതിൻ്റെ വാല്യൂ ഞാൻ മാറ്റിയിട്ട് ബോർഡർ ഈക്വൽ ടു 7 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ബോർഡർ വരും. ഓക്കെ, ബോർഡർ ഉണ്ടായി തന്നെ പിക്സൽ നമുക്കിങ്ങനെ കൂട്ടി കൊടുക്കാം. വലിയ ബോർഡർ വന്നു. ബോർഡർ ഈക്വൽ ടു 90 കൊടുത്തപ്പോൾ വലിയൊരു ബോർഡർ വന്നു. അപ്പോൾ ബോർഡർ ഉപയോഗിക്കുന്നത് ഇമേജിന് ചുറ്റും ഒരു ബോർഡർ വരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തിക്നെസ് നമുക്ക് സെറ്റ് ചെയ്യാം. സാധാരണ ഒരു ഭംഗിയുള്ള ഒരു ബോർഡർ ഈക്വൽ ടു 2 കൊടുത്താൽ മതി. ബോർഡർ ഈക്വൽ ടു 2 കൊടുത്തപ്പോൾ ചെറിയൊരു ബോർഡർ വന്നു.
ഓക്കെ. അടുത്ത ആൾട്ട് ആട്രിബ്യൂട്ട് ഓഫ് img ടാഗാണ്. alt attribute, it is used to specify an alternate text to be displayed when browser cannot display the image. അപ്പം നമ്മുടെ ഇമേജിൻ്റെ ലൊക്കേഷൻ മാറിപ്പോയി, അല്ലെങ്കിൽ ഫയലിൻ്റെ പേര് മാറിപ്പോയി, ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെ ഇമേജ് വരില്ലല്ലോ. പകരം എന്താണ് നമുക്കവിടെ എഴുതി കാണിക്കേണ്ടത്, അത് നമുക്ക് അലൈൻ ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. ഓക്കെ, ടു സ്പെസിഫൈ ദ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ടു ബി ഡിസ്പ്ലേഡ്. അപ്പം ഇമേജിന് പകരം അവിടെ നമുക്ക് ഇവിടെ നോക്കാം. ഞാനിവിടെ img sr=b, ഓക്കെ, ബുക്ക് ഡോട്ട് സ്പെല്ലിംഗ് തെറ്റി, ആർട്ടിക്കിൾ ടു ഇമേജ് ഓഫ് ബുക്ക് എന്ന് കൊടുത്തു. അപ്പോൾ എന്താ വരുന്നത് നോക്കാം, നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. img ടാഗ് ഉപയോഗിച്ചു, src= book dot jpg, ബോർഡർ = 4, നമ്മൾ നേരത്തെ എഴുതിയോ അതേപോലെ. അടുത്ത് img src=b ok dot jpg, സ്പെല്ലിംഗ് തെറ്റി. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ടു ഇമേജ് ഓഫ് ബുക്ക് എന്ന് കൊടുത്തുകൊണ്ട് അവിടെ നമുക്ക് ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ആൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്ത ടെക്സ്റ്റ് ഇവിടെ കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ കറക്റ്റ് സ്പെല്ലിംഗ് ഇങ്ങനെയാണ് കൊടുത്തതെങ്കിലോ അപ്പോൾ ടെക്സ്റ്റ് വരും, ഇവിടെ ടെക്സ്റ്റ് ഇവിടെ കാണില്ല. ഓക്കെ, ഇനി ആൾട്ട് ആട്രിബ്യൂട്ട് കൊടുത്തില്ല, സ്പെല്ലിംഗ് തെറ്റി, അങ്ങനെ ഇവിടെ ഒന്നും വരില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ആൾട്ട് എന്നാണ് ഉപയോഗിക്കുന്നത് ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പകരം അവിടെ ഏത് ടെക്സ്റ്റാണ് കാണിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.